എട്ടാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്നുള്ള ചാപ്റ്ററിൻ്റെ പോയറ്റിക് അപ്രീസിയേഷൻ ആണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേ കമൻസിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുകയാണേ. നോക്കിക്കോളൂ. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോസ് പോയം ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് മാൻ. എഴുതിയ ആളുടെ പേര്, ചാപ്റ്ററിൻ്റെ പേര് അറിയാം. അതെന്താണ് കാണിക്കുന്നത്? എന്ത് കഥയാണ് പറയുന്നത്? ഹാർഡ് വർക്കിങ്ങും ഓണസ്റ്റുമായിട്ടുള്ള ഒരാളുടെ കഥയാണ്. ദ തീം ഇസ് ദാറ്റ് ലൈഫ് ഈസ് എ മിക്സ് ഓഫ് ഹാർഡ് വർക്ക്, സോറോ ആൻഡ് ജോയ് ആൻഡ് വി മസ്റ്റ് ഷേപ്പ് അവർ ഡെസ്റ്റിനി ത്രൂ എഫേർട്ട്. തീം എന്താണ് പറയുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമാണോ? അല്ല. ഹാർഡ് വർക്കിൻ്റെ, സോറോയുടെ, ജോയിയുടെ ഒക്കെ ഒരു മിക്സ്ചറാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തന്നെ കണ്ടെത്തണം. ദ ബ്ലാക്ക് സ്മിത്ത് ഈസ് സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ബ്ലാക്ക് സ്മിത്ത് എന്താണ്? സ്ട്രോങ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം, അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യം, ഇതൊക്കെ സൂചിപ്പിക്കാൻ എന്തൊക്കെ വേർഡ്സ് ആണ്? വേർഡ്സ് ലൈക്ക് ഈ മൈറ്റി, ലാർജ് ആൻഡ് സിൻവി ആൻഡ് ബ്രൗണി ആംസ്, സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നു. പിന്നെ സിമിലീസ് യൂസ് ചെയ്തു. എന്തൊക്കെ? സ്ട്രോങ് അസ് അയൺ ബാൻഡ്സ്, ലൈക്ക് ചാഫ് ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ. അസും ലൈക്കും ചേർന്ന് വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമിലി, ഒന്നിനോടൊപ്പം ഇത് ഇതുപോലെ, ലൈക്ക് ഇതുപോലെ, അസ് അതുപോലെ എന്ന് ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ അത് ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുന്നു. ദ പോയറ്റ് യൂസസ് വേർഡ്സ് റിലേറ്റഡ് ടു ഹിസ് വർക്ക് സച്ചസ്. ഇനി അദ്ദേഹത്തിൻ്റെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ബ്ലോ, ഹെവി സ്ലെഡ്സ്, പിന്നെ ഫ്ലെയിമിംഗ് ഫോർട്സ്, പിന്നെ ബേണിംഗ് സ്പാർക്സ്. ഇതൊക്കെ ആലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകളും അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സുമാണ്. ഇതെല്ലാം എന്താണ്? ടു ഷോ ഹിസ് ഡെയിലി ലേബർ. എല്ലാ ദിവസവും അദ്ദേഹം ചെയ്യുന്ന ജോലിയാണ് ഇവിടെ കാണിക്കുന്നത്. ദ പോയം ഈസ് റിച്ച് ഇൻ വിഷ്വൽ ഇമേജറി. ഈ പറഞ്ഞതിനകത്തൊക്കെ അതുണ്ട്. പിന്നെന്താ? അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം മനസ്സിലാവുന്ന രീതിയിൽ കേളി ഹെയർ ആണ്. ബേണിംഗ് സ്പാർക്സ്, അത് തീയൊക്കെ വരുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ പാരഡൈസ്, ഇതൊക്കെ എന്താണ്? വിഷ്വൽ ഇമേജസ് ആണ്. പിന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഓഡിറ്ററി ഇമേജസ്. എന്തുപോലെ? ബ്ലോയിങ് ബെലോസ്, ആ ഇടിക്കുന്ന ശബ്ദമൊക്കെ ഓഡിറ്ററി, കേൾക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ. ദ ബ്ലാക്ക് സ്മിത്ത് ഫീൽസ് ബോത്ത് ജോയ് ആൻഡ് സോറോ. അദ്ദേഹത്തിന് ജോയിയും തോന്നാറുണ്ട്, പിന്നെ എന്തും തോന്നാറുണ്ട്? സോറോയും തോന്നാറുണ്ട്. ഹി റിജോയ്സസ് ഹിയർ ഹിസ് ഡോട്ടർ സിംഗ് ബട്ട് ഗ്രീവ്സ് ഫോർ ഹിസ് ലേറ്റ് വൈഫ്. അദ്ദേഹം എന്താണ്? ശരിക്കും ഒരു പച്ചയായ മനുഷ്യനാണ്. ഈ ആരോഗ്യമുള്ള ശരീരത്തിനുള്ളിലും അദ്ദേഹം ഒരു സ്നേഹനിധിയായ മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ്? ഡോക്ടർ പാടുന്നത് കേൾക്കുമ്പോൾ സന്തോഷിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയെ പറ്റി ഓർക്കുമ്പോൾ ദുഃഖിക്കുന്നു. ഇനി the blacksmith teaches us an important lesson. We must work hard and shape our own future just as he shapes metal in his forge. അദ്ദേഹം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു? ഒരു നല്ല പാഠം. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഷേപ്പ് ചെയ്യണം. എന്തുപോലെ? അദ്ദേഹത്തിൻ്റെ ആലയിൽ മെറ്റൽസ് ഷേപ്പ് ചെയ്യുന്നത് പോലെ. ഹിസ് ലൈഫ് ഇൻസ്പയേഴ്സ് us to face challenges with the strength and dignity. അദ്ദേഹത്തിൻ്റെ ലൈഫ് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? നമ്മുടെ ലൈഫിൽ ചലഞ്ചസ് ഒക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം? സ്ട്രെങ്തോടു കൂടി, അതുപോലെ ഡിഗ്നിറ്റിയോട് കൂടി നമ്മൾ നേരിടണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. എളുപ്പമല്ലേ ഇത്? നല്ലൊരു കുഞ്ഞൊരു അപ്രീസിയേഷൻ. വേണമെങ്കിൽ ഇത് വലുതാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചുരുക്കി തന്നതാണ് കേട്ടോ. എക്സാമിന് ഞങ്ങളിതെങ്ങനെ ഇത്രയും പഠിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വരും എന്നുള്ളതുകൊണ്ട് ചുരുക്കി നൽകിയതാണ്. നിങ്ങൾക്ക് ഹിൻസ് ഒക്കെ തരും കേട്ടോ. എന്തായാലും ഒരു കൊച്ചു സമ്മറി കൂടെ ഒക്കെ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ, ഏത് പോയത്തിൻ്റെ ആണെങ്കിലും. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. നല്ല മിടുക്കരായിട്ട് പഠിക്കൂ. എക്സാമൊക്കെ നന്നായിട്ട് എഴുതണം. ഓൾ ദി ബെസ്റ്റ്.